ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇടിച്ചക്ക കൊണ്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ചക്കയുടെ മാങ്ങയുടെയൊക്കെ സീസൺ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാ വീട്ടിലും ഇടിച്ചക്ക ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് പച്ചക്കറികൾക്കൊക്കെ ഒന്ന് ഗുഡ് ബൈ പറഞ്ഞതിന് ശേഷം വീട്ടിലുള്ള നമ്മുടെ ചക്കയും മാങ്ങയൊക്കെ വെച്ചുള്ള കറികൾ തന്നെ ഉണ്ടാക്കാം. അധികം പണച്ചിലവില്ല, അധികം നമ്മുടെ കയ്യിൽ നിന്ന് കാശും ചിലവാകാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണല്ലോ. കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ ഇതുപോലെ ഒരു ഇടിച്ചക്ക എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഞെട്ട് ഭാഗം ഞാനിതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ ഞാനിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാവുമ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളയാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അതിനാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇടിച്ചക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ്, ചക്ക കൊണ്ടും ഒക്കെയുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ലാസ്റ്റ് വരുന്ന ആ ഒരു താഴ്ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അതിനെ ഒന്നുകൂടെ നടുക്കുന്നൊന്ന് കട്ട് ചെയ്യാം. കുറച്ച് ചെറിയ പീസാകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു മുള്ള് കട്ട് ചെയ്ത് കളയും കേട്ടോ. അതുപോലെ തന്നെ നടുക്കുള്ള ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതുകൂടി ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എല്ലാവരും അങ്ങനെ കട്ട് ചെയ്ത് മാറ്റാറില്ല. അപ്പം ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ നടുക്കുന്നു ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഈ നടുക്കുന്നുള്ള ആ ഒരു വെള്ള ഭാഗം കുറച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ചിലതിന് കയ്പ്പ് രസം വരും എന്ന് പറയും ചില ചക്കയുടേത്. അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് മാറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അറ്റത്തുനിന്ന് ആ മുള്ളു മാത്രം നൈസായിട്ടൊന്ന് ചെത്തിക്കളയുക. കണ്ടോ, ഈ ഒരു രീതിയിൽ. എന്നിട്ട് ഒരുപാട് തിക്കാക്കി എടുക്കരുത്. ഒരുപാട് വണ്ണത്തിലെടുത്ത് കഴിഞ്ഞാൽ വേവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിന് ആ ഒരു പീസിനെ തന്നെ രണ്ടായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങ് നൈസാക്കരുത്, എന്നാൽ ഓവറായിട്ട് തിക്കാക്കി എടുക്കരുത് കേട്ടോ. നൈസാക്കി എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിലങ്ങ് ഉടഞ്ഞു പോവും. തിക്കാക്കി കഴിഞ്ഞാൽ വേവാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ നടുക്കുള്ള സെൻറ്ററിൽ ആ വൈറ്റ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക. കുറച്ച് ചെത്തി എടുത്താൽ മതി, കംപ്ലീറ്റ് ആയിട്ട് ചെത്തി കളയരുത്. അതുപോലെ തന്നെ ലൈറ്റായിട്ട് ആ മുള്ള് ചെത്തിക്കളയുക. മുള്ളിനോട് ചേർന്നൊരു വൈറ്റ് പോർഷൻ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി വരും. മുള്ള് മാത്രമായിട്ട് ചെത്തിക്കളയാൻ നിൽക്കരുത്. അപ്പോൾ നന്നായിട്ട് 1-2 വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവങ്ങ് ഒരുപാട് കൂട്ടരുത്, കാരണം അത് ഒരുപാട് അങ്ങ് വെന്തു പോകും കേട്ടോ. ആവശ്യത്തിന് മാത്രം, അതിൻ്റെ ഒരു നെകക്കെ വരത്തക്ക രീതിയിൽ, കറക്റ്റായിട്ട് ലെവലിലായിട്ടില്ല, ഒരിത്തിരി താഴോട്ടാണ് നിൽക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് തന്നെ വേവിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അധികം വേവൊന്നുമില്ല. ഞാൻ മാക്സിമം ചെയ്യുന്ന എന്താ വെച്ചാൽ ആ വെള്ളം വറ്റിച്ചെടുക്കുക, അതാണ് അതിൻ്റെ ഒരു പരുവം. ഏകദേശം കലങ്ങരുത്, എണ്ണ വേവുകയും വേണം, പൊടിയുന്ന പരുവം ആവുകയും ചെയ്യരുത്. ആ ഒരു രീതിയിൽ വേണം കേട്ടോ എടുക്കാൻ. ഇത് നമ്മൾക്ക് ജസ്റ്റ് കത്തി കൊണ്ടോ ഒരു തവി കൊണ്ടോ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുമ്പോൾ അത് രണ്ടായിട്ട് ഇങ്ങനെ ഇളകി വരും. അതാണ് അതിൻ്റെ ഒരു പരുവം. കണ്ടോ, വെള്ളം ഒരു ഇത്തിരി കൂടി ഉണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂട്ടണ്ട. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കണ്ടോ, ഇതുപോലെ നമ്മളൊന്ന് കുത്തുമ്പോൾ അതിങ്ങനെ രണ്ടായിട്ട് മാറും. കണ്ടോ, അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെള്ളം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് മാത്രം ഇതൊന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ചതച്ചെടുത്താലും മതി കേട്ടോ. അല്ലാതെ വെള്ളം വറ്റുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ട, ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് ഊറ്റിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഞാൻ വെള്ളം കംപ്ലീറ്റ് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ എടുക്കുക, അല്ലെങ്കിൽ വെള്ളം വറ്റിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതങ്ങ് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. പതുക്കെ ചതച്ചാൽ മതി. ഒരുപാടങ്ങ് കുഴമ്പ് പരുവം പോലെ ആവരുത്, ജസ്റ്റ് ഒന്ന് ചതയ്ക്കുക, അത്രയേ ഉള്ളൂ. ഒന്ന് ചതകൊള്ളുക. നമ്മുടെ ചിക്കനൊക്കെ നമ്മളിതുപോലെ ഇങ്ങനെ പിച്ചി എടുക്കില്ലേ, ആ ഒരു പരുവം, ആ ഒരു രീതിയായിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ. നിങ്ങൾക്കിപ്പോൾ കല്ലിലിട്ട് ജസ്റ്റ് ചതച്ചെടുക്കാം. നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതങ്ങ് ശരിക്കും കുഴഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടും. നമ്മുടെ ചിക്കനൊക്കെ ഉണ്ടോ, കറക്റ്റായിട്ട് ആ ചിക്കൻ ഇങ്ങനെ പിച്ചി എടുക്കുന്ന പോലെ തോന്നുമല്ലോ. അപ്പം ഞാൻ ഇതെല്ലാം ഇതുപോലെ ആക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട് കേട്ടോ. അതെടുത്തതിന് ശേഷം ഒരു 3-4 ചെറിയ ഉള്ളിയും, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ ഒരു 2-3 ഒക്കെ ചേർക്കാം. ഒരു 5-6 കാന്താരി മുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിന് മുളക് പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി.
അപ്പോൾ നിങ്ങൾ പച്ചമുളക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. അപ്പോൾ മുളക് പൊടി അങ്ങ് ഒരുപാട് കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് ഇപ്പോൾ ഞാൻ ഈ കാന്താരി മുളക് ചേർത്തതിന് പകരം നിങ്ങൾക്ക് മീഡിയം ടൈപ്പ് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. ചതച്ചെടുക്കുക ചെയ്യാവൂ, അരഞ്ഞു പോകരുത്. ഞാൻ പീസസാക്കി കട്ട് ചെയ്ത് എടുത്ത തേങ്ങയായിരുന്നു. എന്നിട്ട് നമ്മുടെ കൂട്ടുകളെല്ലാം ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. തോരൻ്റെ പരുവം. ഇനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിച്ചക്ക അതിനകത്തേക്ക് ഇട്ടിട്ട് 1 മിനിറ്റ് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് മതിയാവും കേട്ടോ. 1 മിനിറ്റ് ആ എണ്ണയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് മിക്സ് ചെയ്യരുത്, അപ്പം തന്നെ മിക്സ് ചെയ്യരുത്. ഒന്ന് ആ സൈഡിലൊക്കെ ഉള്ളത് എന്നെ അങ്ങോട്ടൊന്ന് ഇട്ട് ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. ആ മിക്സിയുടെ ജാറ് കഴുകി 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്യുന്നില്ല. കുറച്ച് ആ ഒരു ചക്കയുടെ കൂട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഒതുക്കി അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ചക്കയിലാണ് ഉപ്പിട്ട് വേവിച്ചിരിക്കുന്നത്. തേങ്ങയുടെ അരപ്പ് ചേർത്തപ്പോൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നമ്മൾ ഈ അരപ്പ് ചേർക്കുന്ന സമയത്ത് കേട്ടോ. തേങ്ങയുടെ അരപ്പ് ചേർത്ത് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഒതുക്കി അടച്ച് വയ്ക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ജസ്റ്റ് മിക്സ് ചെയ്ത് എടുക്കാം. ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ്, റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇടിച്ചക്ക തോരനാണ് കേട്ടോ. ഇടിച്ചക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമുക്ക് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്നാക്ക് റെസിപ്പീസും ഒക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്നാക്ക് ചെയ്ത് നോക്കാം. ഉടനെ വീഡിയോ ഇടാം കേട്ടോ. ഇടിച്ചക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് ശരിക്കും. ഈ ഒരു തോരൻ നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ചക്ക. അപ്പോൾ ഈ ഒരു ചക്കക്കാലത്തൊക്കെ അല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇടിച്ചക്ക വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ചക്ക റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇടിച്ചക്ക കൊണ്ടും ചക്ക കൊണ്ടും പച്ചച്ചക്ക കൊണ്ടും പഴുത്ത ചക്ക കൊണ്ടും ഒക്കെ ഉള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒരു ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.